ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ ഡബ്ല്യു ഷാജി, യോഗ ട്രെയിനർ ആൻഡ് നാഷണൽ യോഗ റെഫർ. നടക്കുന്നത് നല്ലൊരു വ്യായാമമാണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ ഡെയിലി കാണാറുണ്ട് ധാരാളം പേര് രാവിലെയും വൈകിട്ടും ഒക്കെ നടക്കുന്നത്. മറ്റു കഠിനമായ വ്യായാമങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്തവരും കൂടുതൽ പ്രായമായവരും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഒക്കെയാണ് ഈ നടത്തം ഒരു വ്യായാമമായിട്ട് സ്വീകരിക്കുന്നത്. ഏർലി മോർണിംഗ് നടക്കുക എന്ന് പറയുന്നത് നമുക്ക് നല്ല എനർജി പ്രദാനം ചെയ്യും. നമുക്കറിയാം, പൊള്യൂഷനൊക്കെ വളരെ കുറവായിരിക്കും, നല്ല കോസ്മിക് എനർജി ലെവൽ കൂടുതലായിരിക്കും, നല്ല ഫ്രഷ് എയർ. അപ്പോൾ മുമ്പോട്ട് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിമ്പോട്ട് നടന്നാൽ ഇതിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെന്നാണ് റീസെൻറ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. പിൻപോട്ട് നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കാലിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. പിൻപോട്ട് നടക്കുമ്പോൾ കൂടുതൽ നമ്മുടെ ഈ മസിൽസൊക്കെ എൻഗേജ്ഡ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മുട്ടിൻ്റെ ഈ ഭാഗം, അതുപോലെ ബാക്ക് മസിൽസ്, കാലിൻ്റെ താഴെ ഉള്ള ആ ബാക്ക് മസിൽസ് ഒക്കെ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത് നമ്മൾ ബാക്കിലേക്ക് നടക്കുമ്പോഴാണ്. അതായത് നമ്മുടെ കാഫ് മസിൽസ്, ഹാംസ്ട്രിങ്സ് ഒക്കെ നല്ല ബലം വർദ്ധിക്കും. നമ്മുടെ കാലിൻ്റെ പേശി ബലം വർദ്ധിക്കാൻ പിൻപോട്ട് നടക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ പിൻപോട്ട് നടക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്പം ഒന്ന് ഇൻക്രീസ് ആവുന്നുണ്ട്. ഇതൊരു കാർഡിയാക് എക്സസൈസ് പോലെ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ മുമ്പോട്ട് നടക്കുന്നതിൽ കൂടുതൽ നല്ലത് പിൻപോട്ട് നടക്കുന്നതാണ്. നമുക്കറിയാം, ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് തിരിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ വേച്ചു പോകുന്ന പോലെ തോന്നാറില്ലേ? കുറച്ച് പ്രായമാകുമ്പോഴാണ് കൂടുതൽ കാണുന്നത്. എങ്കിലും ഒരു എബോ 50 ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ട്രെയിറ്റ് നടക്കുമ്പോൾ പാളിപ്പോകുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ് തോന്നാറുണ്ട്, ഒരു ബാലൻസിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പിൻപോട്ട് നടക്കുന്നത് വളരെ ഗുണം ചെയ്യും. പിന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ പിൻപോട്ട് നടക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കും. പിന്നെ മുട്ടുവേദനയുള്ളവർക്ക് നമ്മൾ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മുമ്പോട്ട് നടക്കുന്നതിൽ കൂടുതൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് മൊബിലിറ്റി കൂടുതൽ വരുന്നത് പിൻപോട്ട് നടക്കുന്നതാണ്. അപ്പോൾ മുട്ടുവേദനയുള്ളവർക്ക് പിൻപോട്ട് നടക്കുന്നത് വളരെ ആശ്വാസം നൽകും. അപ്പോൾ കാലിൻ്റെ പേശി ബലം വർദ്ധിക്കും, മുട്ടുവേദനയ്ക്ക് ശമനം കിട്ടും, നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മൾക്ക് ഹാപ്പി ഹോർമോൺസിൻ്റെ ഉത്പാദനം കൂടാൻ നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനമാണല്ലോ നമ്മുടെ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുമ്പോട്ട് നടക്കുന്ന പോലെ അത്ര ഈസി അല്ല പിൻപോട്ട് നടക്കുക. നമ്മൾ കുറച്ച് കെയർഫുള്ളായിരിക്കണം. അതുപോലെ നമ്മൾ നടക്കുന്ന വഴി നമ്മളൊന്ന് നോക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. വല്ല കുഴിയോ കല്ലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് റൂട്ട് മനസ്സിലാക്കിയിട്ട് സാവധാനം നടന്നു തുടങ്ങുക. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ആവശ്യത്തിന് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ മുറ്റത്ത് സാവധാനം ഓരോ സ്റ്റെപ്പായിട്ട് തുടക്കത്തിൽ ചെയ്യുക. പിന്നെ അല്പം നിങ്ങൾക്ക് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത്ര സ്പീഡിൽ നടക്കണമെന്നില്ല. ഇത് ഒന്ന് നടന്നു നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ പ്രയോജനം മനസ്സിലാക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. till then.